അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എന്തായിരുന്നു റേസ് ട്രെയിലറിൻ്റെ ലോങ് ടേം റിവ്യൂ ആണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെ, നമ്മുടെ ഹിമാലയനിൽ നമ്മൾ സ്റ്റോക്ക് ടയർ മാറ്റിയതിന് ശേഷം ഉപയോഗിച്ച ടയറായിരുന്നു. അതിൻ്റെ വെടി ഏതാണ്ട് തീർന്നിട്ടുണ്ട്. വെടിയാ കുറച്ചും കൂടെ ഓടാനുള്ള ഇതുണ്ട്, എന്നാലും പുതിയത് മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 12,000 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു നിലവിലിപ്പോൾ. അപ്പോൾ അത് വണ്ടി ഈ ടയറിലാണ്, മൊത്തത്തിലല്ല. ഓക്കെ, ഈ ടയർ 12,000 കിലോമീറ്റർ. ഇവരെത്ര കമ്പനി എത്ര ക്ലെയിം ചെയ്യുന്നത്? അങ്ങനെ ഇവർ കറക്റ്റ് ഒരു ക്ലെയിമിംഗ് ഫിഗർ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. കാരണം ഇപ്പം നമ്മൾ നോക്കിയപ്പോഴാണല്ലോ ഇത്രയും കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ചത് ഒരു മാക്സിമം പോയ ഒരു 10,000 കിലോമീറ്റർ ഒക്കെ കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഈ ത്രെഡ് പാറ്റേണും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ അതുപോലെ ഇതൊരു 50-50 ടയറാണല്ലോ. നമ്മൾ കൃത്യം പറഞ്ഞാൽ 11,642 കിലോമീറ്റർ ഓടിച്ചു. അതാണ് 2 കൊല്ലം കൊണ്ടാണ് കേട്ടോ. ഈ ടയർ മാറ്റിയിട്ട് ഇപ്പോൾ 2 കൊല്ലമായി. അതിൽ കൂടുതലും പൊന്നനാണ് ഓടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അനുഭവങ്ങളും ഇതും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന ആൾ പൊന്നനാണ്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഈ ടയർ എടുത്തതിൻ്റെ ഒക്കെ ഒരു കാരണം എന്തായാലും നമുക്ക് സംസാരിക്കണം. നമ്മുടെ വണ്ടിയിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് സിയറ്റിൻ്റെ ടയറായിരുന്നു. അത് മറ്റേ 70-30 വരുന്നത്, 70% ഓൺ റോഡും 30% ഓഫ് റോഡും വരുന്ന ടയറായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഏതാണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 7,000 അടുത്ത് ഓടിച്ചായിരുന്നു. അതിന് പൊതുവെ ആ ടയറിന് പൊതുവേ ഏതാണ്ട് 9,000 കിലോമീറ്ററിനടുത്തൊക്കെ ലൈഫ് ഉള്ളൂ എന്നാണ്. ചിലരത് 5,000 കിട്ടുന്നൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ? എനിക്ക് തോന്നുന്നു 5,000 കിട്ടുക, അതൊക്കെ ഇരപ്പിച്ച് ഓടിച്ചിട്ടാണ്. അതെ, നമ്മൾ പിന്നെ നമ്മുടെ അതിലും കുറച്ചും കൂടെ കിട്ടിയാനായിരുന്നു. പക്ഷേ കുറേ ബേൺ ഔട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കുറേ കഴപ്പുകൾ കാണിച്ച് അതെ അങ്ങനെ ആയി തീർന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു വേറെ കുറേ ടയറുകൾ, അതായത് നോർമൽ ആയിട്ടുള്ള ടയറുകൾ. അപ്പോളോയും നോക്കിയായിരുന്നു, MRF-ൻ്റെ നോക്കിയായിരുന്നു. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികം നല്ലൊരു അഭിപ്രായം. വേറെ കാര്യം, അതായത് നമ്മൾ ഈ ടയർ വാങ്ങിയത് ഇവർ ഇന്ത്യയിൽ തുടങ്ങിയ സമയത്താണ്, ഇവർ ഇറങ്ങിയ സമയത്താണ് നമ്മൾ. അത് പറയാൻ വരുന്നത്. നമ്മൾ ഒന്നും ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, നമ്മളിപ്പോൾ ഇതിന് ഫ്രണ്ട് ഇല്ല, മാക്സിന്റെ മാക്സ്പ്ലോർ എന്ന് പറഞ്ഞ ടയർ എടുക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് കേൾക്കുന്നത്. ഈ പൊന്നം പറഞ്ഞാൽ ഒരു 2-3 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇവർ ടയർ ഇറക്കാൻ തുടങ്ങിയിട്ട്. അത് ഇവർ മാനുഫാക്ചറിങ് ഇവിടെ തുടങ്ങിയിട്ടുള്ള സമയത്താണ് നമ്മൾ ഈ സാധനം എടുത്തത്. അതെ, അത് രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈസ് എന്ന് പറയുന്ന ബ്രാൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ മാനുഫാക്ചേഴ്സിൻ്റെ ടയറിന് മീറ്റാസ് എന്ന് പറഞ്ഞിട്ട്, അത് ഏറ്റവും ആൾക്കാർ സിമ്പിളായിട്ട് പറയുന്നതാണ്. ഇപ്പം നമ്മുടെ എൻഡ്യൂറാർ എന്ന് പറഞ്ഞിട്ട് വണ്ടിയില്ലേ 390-യുടെ, അതിൽ വരുന്ന ടയർ സ്റ്റോക്ക് കമ്പനിയിൽ നിന്ന് വരുന്ന മീറ്റാസിൻ്റെ MTO9 എന്ന് പറഞ്ഞ ടയറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മീറ്റാസിൻ്റെ MTO9 നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ആ സെയിം ഡിസൈനാണ്, ഇന്ത്യൻ വേർഷനാണ് ഇത് ഈ ടയർ. അപ്പോൾ ഇതിന്റെ കോമ്പൗണ്ട് അത് തന്നെയാണ് ഏതാണ്ട് അവരുടെ ഒരു ലോക്കലൈസ്ഡ് മാനുഫാക്ചേഴ്സ് ആണ് ഈ റൈസ് എന്നാണ് അന്ന് എനിക്കറിയാം. ഞാൻ എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിന്റെ കോമ്പൗണ്ട് ഈ ഡിസൈൻ പാറ്റേൺ പക്ക മീറ്റാസിന്റെ MTO9നോട് ഏറ്റവും 90% സാമ്യം വരുന്ന ഒരു പാറ്റേൺ ആണ്, ത്രെഡ് പാറ്റേൺ ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ആ ടയറിൻ്റെ ഒരു ഇതാണ്. പിന്നെ അതുമല്ല, ഇതിന് നല്ല അഭിപ്രായമായിരുന്നു അന്ന്. എടുത്ത് കുറേ പേരുടെ അഭിപ്രായം ഞാൻ കേട്ടു, ഹിമാലയന് പറ്റിയ നല്ല ടയറാന്ന് പറഞ്ഞാൽ. അതും കൂടെ കേട്ടപ്പോഴാണ് നമ്മൾ ഈ ടയർ എടുത്തത്. നമ്മൾ ആരൊക്കെയാ ബെന്ന് പറയുന്നത് കേട്ടു, സ്പിൽട്രസ് പറയുന്നത് കേട്ടു. ഇല്ല, സ്പിൽട്രസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, ആ സമയത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സ്പിൽട്രസ് ഒക്കെ ഇട്ട്. അതെ, ബെന്ന് പറയുന്നതാണ് മെയിനായിട്ട്. ബെൻ പറയുന്നതാണ് നമ്മൾ ബെന്ന് ഓഫ് റോഡിങ്ങിൽ അതിൽ പറഞ്ഞ ആ ഇത് കേട്ടിട്ടാണ് നമ്മൾ ഇട്ടത്. കാരണം ഞാൻ പ്രധാനമായിട്ട് കണ്ടത് ഇവർ രണ്ടുപേരുടെ വീഡിയോ ആണ് എനിക്ക് കണ്ടത്. അതായത് ഹിമാലയനിൽ ഇട്ട് കണ്ടത് ബെന്നിൻ്റെയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് വീഡിയോ, ഇങ്ങനെ ഒരു ടയറിൻ്റെ ഇൻഫർമേഷൻ തരുന്നത്. അപ്പോൾ എന്താണേലും അത് ഇതായപ്പോഴാണ് നമ്മൾ എന്താണേലും ഈ ടയറിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അതായത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കണ്ടിട്ട് എനിക്ക് കണ്ട് ഡിസൈൻ ഇഷ്ടപ്പെട്ട. അതായത് കുറച്ചും കൂടെ പ്രീമിയം ടയറാന്ന് പറഞ്ഞത്. അതായത് ഈ മാക്സ്പ്ലോറിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല പ്രീമിയം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓഫ് റോഡിങ്ങിൽ കുറച്ചും കൂടെ നല്ല ടയറാന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ഈ നോബി ടയറുകളുടെ ആ ഒരു ഒച്ചയും ബഹളവും അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് ഓൺ റോഡ് ഉപയോഗിക്കാൻ പറ്റിയ ആ ഒരു നല്ല ടയറാണെന്നും കൂടെ കേട്ടത് കൊണ്ടാണ് ഈ ടയർ തന്നെ നമ്മൾ അവസാനം സെലക്ട് ചെയ്തത്. അന്ന് എത്ര രൂപ നമ്മൾ കൊടുത്തായിരുന്നു ഇതിന്? ഓൺലൈനിൽ വരുന്നത് എനിക്ക് ഓർമ്മ 3,000 ചില്ലറ രൂപ എങ്ങാണ്ടായിരുന്നു. 3,500 ഇപ്പോഴും അതേ റേറ്റ് തന്നെയാണ്. 3,500-3,800 അതിനിടയിൽ എങ്ങാണ്ട് ഒരു രൂപയാണ് നമ്മൾ കൊടുത്തത്. പിന്നെ പ്രത്യേകിച്ച് എടുക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇവൻ തന്നെ ഇത് കാണിച്ചു, എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. അതെ,
നല്ലതാന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഒരു പുതിയ സാധനം എപ്പോഴും നമ്മുടെ കുറെ ആയിട്ട് കാണാത്ത ഒരു ബ്രാൻഡിനെയും കൂടെ ആയതുകൊണ്ട് അതും കൂടെ നോക്കിയിട്ട് അങ്ങ് എടുത്തു. പക്ഷെ അത് ഇട്ടത് എന്തായാലും നല്ല എടുക്കാൻ കാണിച്ചത് നല്ലൊരു തീരുമാനം. അതെ, സംഭവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനായി വണ്ടി ഇതാക്കിയിട്ട്, അതായത് എല്ലാം നന്നാക്കി ഇതാക്കിയിട്ട് ആദ്യം ഒന്ന് ഒരു ചെറിയൊരു ഓഫ് റോഡ് പോലെ ട്രെയിൽ റൈഡ് ചെയ്തത് ഞാനാണ്. അപ്പം തന്നെ എനിക്ക് ഈ ടയർ ഇട്ടതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ അപ്പം തന്നെ എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ പൊന്നോട് പറഞ്ഞു, പൊന്ന ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അതായത് ഭയങ്കര വണ്ടി, ഇത്രയും വെയിറ്റുള്ള വണ്ടിയാണല്ലോ ഈ മല. എനിക്ക് ഭയങ്കര ഓഫ് റോഡിൽ പെട്ടെന്ന് തന്നെ ഫ്ലിക്ക് ചെയ്ത് വണ്ടിയെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇത് അനുഭവപ്പെട്ടായിരുന്നു ഈ ടയറിന്. അതെനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഇതൊരു 50-50 ടയറാണ്. അതായത് 50% ഓഫ് റോഡ്, 50% ഓൺ റോഡ് എന്ന് പറയുന്ന ടൈപ്പ് ടയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമായിരുന്നു തോന്നുന്നു ആ സമയത്ത്. അതെനിക്ക് പിന്നെയും പലവട്ടം ഓഫ് റോഡ് ഓടിക്കുന്ന സമയത്ത് ഇതിന് കുറച്ചും കൂടെ ട്രാക്ഷൻ ഉള്ള പോലെ, അതായത് ഇതിൻ്റെ ഇങ്ങനെ വലിച്ച് നമ്മൾ സുഖമായിട്ട് കൊണ്ടുപോകുന്ന പോലെ, ഗ്രിപ്പ് പോകാണ്ട് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടായിരുന്നു. പൊന്നന് എന്ത് തോന്നി? ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാണ്. എനിക്ക് ആദ്യമായിട്ട് ഇത് ഇട്ടിട്ട് ഓടിച്ചപ്പോൾ എനിക്ക് ആദ്യം അതാ തോന്നി. അതായത് ഇതിനെ നമുക്ക് ഫ്ലിക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് നന്നായിട്ട് സ്റ്റെബിലൈസ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. കാരണം മറ്റേ ടയറിന് ഒരു ചെറിയ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന ആ സമയത്ത് ഈ സാധനത്തിൻ്റെ സൈഡിൽ നിന്ന് നല്ല നമുക്ക് ഇങ്ങോട്ടേക്ക് തെറിച്ച്, അതായത് ബേക്ക് വീല് തെറിച്ച് പോകാത്ത പോലത്തെ ഒരു തോന്നൽ, നല്ല ഇതായി. ഏറ്റവും ആദ്യം എനിക്ക് തോന്നി അതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം റോട്ടിൽ ഓടിക്കുമ്പോൾ ഉള്ള ഒച്ചയായിട്ട് അഡാപ്റ്റാവലായിരുന്നു. ഇത് എപ്പോഴൊരു മൂളക്കാണ് ഇതിന്. ഒരു മൂളക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര മൂളലല്ല, അത് ശരിയായിട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. അതാണ് രണ്ടാമത് തോന്നിയൊരു പ്രധാനമായിട്ടായിരുന്നു. റോട്ടിലെത്തുമ്പോൾ ഒരു മൂളലുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഇതിൻ്റെ കോർണർ ചെയ്യുമ്പോൾ, ഇതിൻ്റെ സൈഡ് കണ്ടാൽ നമ്മൾ പറയില്ല ഇത് കോർണർ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഈ സാധനം ഈ ചെറിയ കട്ടാൻ വെച്ചിട്ട് ഇത് കോർണർ എന്ത് സുഖമാണെന്നറിയാം. അത് ഞാൻ എൻ്റെ അടുത്ത് പറയാൻ വരികയായിരുന്നു. അതായത് നമ്മൾ എക്സ്പൾസ് എടുത്തിട്ട് എക്സ്പൾസിൽ പോലും അതിന് വെയിറ്റ് കുറഞ്ഞ വണ്ടി, അതിൽ വരെ നമുക്ക് കോർണർ എടുക്കുമ്പോൾ കോൺഫിഡൻസ് വരുന്നുണ്ടായിരുന്നില്ല. ഈ വണ്ടി ഇത്രയും വെയിറ്റ് വെച്ച് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് കോർണർ ചെയ്യാൻ പറ്റും. അതല്ല ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വരുന്ന ടയറുകളുടെ പാറ്റേൺ കുറച്ച് വീതിയുള്ള, അപ്പം നമ്മൾ മനസ്സിൽ സാധാരണ ഉണ്ടാവുക കോർണർ സമയത്ത് ഗ്രിപ്പ് കൂടുതലായിരിക്കും. പക്ഷേ ഈ സാധനം ഇത്രയും ചെറിയ കട്ടകൾ മാത്രമുള്ള ഈ സാധനത്തിൽ, പക്ഷേ നമ്മളത് വണ്ടി കിടത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ ഈ സാധനം എന്താ. ഞാനൊരു 2-3 വട്ടം നാടുകാണി പോയ സമയത്ത് എനിക്കിപ്പോൾ ഞാൻ കിടത്തി അലക്കിയാണ് പോകും. ഞാൻ എന്നിട്ട് എപ്പോൾ വരുമ്പോഴും നോക്കും ഇത് എന്തോരം തേഞ്ഞ് എത്ര ചെത്തി ഞാൻ നോക്കും. എനിക്ക് ഭയങ്കര പ്രത്യേകിച്ച് ആ സ്ഥലത്തോട് നമ്മൾ കിടത്തി വളച്ച് പോകുമ്പോഴേ ഈ സാധനം ഭയങ്കര നമുക്ക് ഒരു പ്രത്യേക ഒരു ധൈര്യം തരുന്നു. അത് സത്യം കേട്ടോ. അത് നമ്മൾ വിശ്വസിക്കില്ല ഇങ്ങനത്തെ ഒരു സാധനത്തിൽ നിന്ന് അങ്ങനെ കിട്ടുമെന്ന്. ഇതിന്റെ പാറ്റേൺ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു നല്ല രസമുള്ള ഒരു നല്ല ഇതാണ്. ഇവിടെ പൊന്നം പറഞ്ഞ ഇതിന് ഈ സൈഡ് കുറച്ചും കൂടി ഇങ്ങോട്ട് കയറി കിടക്കുന്ന പോലത്തെ ഒരു ഇതുണ്ട് അല്ലേ. അതിന്റെ ഡിസൈൻ നല്ല കോർണറിങ്, ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു വണ്ടി. അതല്ല നമ്മൾ ഓഫ് റോഡ് ചെയ്ത സമയത്തൊക്കെ ഓഫ് റോഡിങ്ങിനും, അതായത് വലിയ നമ്മൾ പിന്നെ വേറെ കാര്യമായിട്ട് വലിയ ഓഫ് റോഡ് ചെയ്യാത്തതുകൊണ്ടും അത് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്ത സമയത്തൊക്കെ വണ്ടി നല്ല ഇതായിരുന്നു. നമ്മൾ കൂടുതലും ട്രെയിൽ റൈഡിങ് ആയിരുന്നു. ഇപ്പൊ ചരലിൽ കൂടെ പോവാണേലും ഇതൊക്കെ ആണെങ്കിലും മണലിലാണേലും അതെ, ഇത് നമ്മളെ ഇത് ചഗ് ചെയ്ത് നമ്മളെ കൊണ്ടുപോയിക്കുള്ളൂ. ട്രാക്ഷൻ നല്ല കൊടുത്ത് പിടിച്ച് പോകുന്ന ബീച്ചിൽ പോയ സമയത്ത് നല്ലതായിരുന്നു. അതിങ്ങനെ കറക്കറക്ക് അത് നല്ല കോൺഫിഡൻസോടെ നമുക്ക് പോകാനുള്ള ഒരു ഇതെന്നായിരുന്നു. പിന്നെ പലരും പറഞ്ഞ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എനിക്ക് എടുത്തു പറയാനുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്യൂബാണ്. സത്യം പറയാം, എനിക്ക് തോന്നുന്നു ഇത് ഓഫ് റോഡ് ടയറിൻ്റെ ഒരു ഇതായത് കൊണ്ടുവന്നത്. സ്റ്റോക്ക് ട്യൂബിനെക്കാളും ഭയങ്കര കട്ടിയുള്ള ട്യൂബാണ് ഇതിൽ കൊടുത്തിരുന്നത്. പൊന്നെ ഓർമ്മ ഉണ്ടാവില്ല, നീ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം നമ്മളിത് അഴിക്കാൻ പോയപ്പോൾ ആ പുള്ളി ചോദിച്ചത് കേട്ടായിരുന്നു തന്നെ, ഇത് ഭയങ്കര കട്ടിയുള്ള ട്യൂബാണ്, സ്റ്റോക്ക് ട്യൂബാണെന്ന് പുള്ളിയും ചോദിച്ചായിരുന്നു. ഭയങ്കര കട്ടിയുള്ള ട്യൂബാണ് ഇവർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അത് ഈ ട്രെയിലറിന് മാത്രമേ ഇതുള്ളൂ, അല്ലെങ്കിൽ പൊതുവേ ഈ റൈസിൻ്റെ എല്ലാ ടയറിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ട്രെയിലറിൻ്റെ കൂടെ കിട്ടിയ ട്യൂബ് അതിൻ്റെ കൂടെ വന്നിട്ട് ഭയങ്കര കട്ടിയുള്ള ട്യൂബ്. എനിക്ക് തോന്നുന്നു ഈ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ ചെറിയ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ ഒന്നും വണ്ടി പഞ്ചറാവാതിരിക്കാൻ വേണ്ടി ആയിരിക്കും കട്ടിയുള്ളത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ പറഞ്ഞു. ഇനി മെയിനായിട്ട് ഈ ടയർ പിന്നെ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം കുറേ പേര് ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചത് കണ്ടു. അപ്പോൾ അതിലൊക്കെ കുറേ പേര് പറഞ്ഞതും പിന്നെ നമ്മുടെ വീഡിയോസിലൊക്കെ കമൻറ്റ് വന്നൊരു പരാതി എന്ന് പറഞ്ഞാൽ ഇതിന് ഗ്രിപ്പ് മഴയത്ത് കുറവാന്നുള്ളതാണ്. പൊന്നൻ എന്ത് തോന്നി? നമ്മൾ കാസർഗോഡ് ഈ വണ്ടിയും കൊണ്ടാണ് നമ്മൾ 2 പേര് പോയത്. ഞാൻ പെരും മഴയത്ത് ഈ വണ്ടി കൊണ്ട് കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഇതിന്റെ വണ്ടിക്ക് ഇതിന് ഗ്രിപ്പില്ലാന്ന് തോന്നിയിട്ടില്ല. ഇതുവരെ വണ്ടി തന്നെ പോയിട്ടില്ല. അതായത് കാസർഗോഡ് പോയത് പെരും മഴയത്താണ് പോയത്. അതാ നമ്മുടെ മറ്റേ ബോയ്സ് ടൗൺ ചുരം ഇറങ്ങിയ കുത്തനച്ചോരമൊക്കെ ഞങ്ങൾ 2 പേര് വെച്ച് ഇറക്കിയതാ. വലിച്ചു വരാം. അതല്ലാണ്ട് ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ടയർ എത്ര ഏകദേശം തേഞ്ഞ് തീർന്ന് പകുതി മുക്കാൽ തീർന്ന സമയത്താണ്. ഒരു കുഴപ്പം ഇതുവരെ പറ്റില്ല. അത് കയറ്റം കയറാനും ഇറക്കാനും ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു വട്ടം നമ്മൾ മറ്റേ നമ്മുടെ ഇതിന് പോയത് ഓർമ്മയുണ്ടാകും,
നമ്മുടെ ചുരത്തിൽ, നമ്മുടെ താമരശ്ശേരി ചുരത്തിൽ കുത്തി ഒലിച്ച് വെള്ളം പെയ്യുന്ന സമയത്ത് പേടിച്ചു പോയി. അത് മറ്റേ ചൂരൽമല അപകടം നടന്ന ആ സമയത്ത് അതിന്റെ തലേന്ന് അത് വെള്ളം എന്നൊക്കെ പറയുന്നത് കുത്തി ഒലിച്ച് വെള്ളപ്പൊക്കം പോലെ വെള്ളം വരും, അതേപോലെ വെള്ളം വരുന്ന സമയത്ത് നമുക്കൊരു കുഴപ്പം. അത് ഞങ്ങൾ രണ്ടുപേരിരുന്നു, അതിന് രണ്ടുപേര് പോയിട്ടാണോ ഗ്രിപ്പ് കൂടുതൽ കിട്ടുമെന്ന് പറയുന്നത്. എന്തായാലും എനിക്കിതൊരു ഗ്രിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഇത് അതായത് തേഞ്ഞ് തീരാൻ തുടങ്ങിയ സമയം തൊട്ടാണ് ഈ വണ്ടി തെന്നാൻ തുടങ്ങിയത്. അത് 1-2 വട്ടം തെന്നിയിട്ടുള്ളൂ, അത് അങ്ങാണ്ട് കടത്തി വളച്ചിട്ട്. അതെനിക്ക് അറിയത്തില്ല എന്താണ് അങ്ങനെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു പരാതി. നമുക്ക് നമ്മുടെ കേസിൽ ആ ഒരു പ്രശ്നം സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് പലരും നമ്മൾ ഓടിക്കുന്ന രീതി അനുസരിച്ച്, ഇപ്പോൾ വണ്ടി പതുക്കെയൊക്കെ ഓടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതായിരിക്കും. നമ്മൾ കുറച്ച് സ്പീഡിലൊക്കെ ഓടിക്കണ്ടേ. അതായത് ഈ വണ്ടി പതുക്കെ അരപ്പിച്ച് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കല്ല് കയറിയാലും തെന്നിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. വണ്ടി കുറച്ച് സ്പീഡിലാണെങ്കിൽ ഇത് കിട്ടുള്ളൂ. നമ്മൾ ഇതിൻ്റെ ടയർ സ്റ്റോക്ക് ഇതിൽ തന്നെയല്ലായിരുന്നു നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ പ്രഷറിനൊന്നും മാറ്റം വരുത്തിയില്ലായിരുന്നല്ലോ. നമ്മളെപ്പോഴും പൊതുവേ ഇതിൽ 32 34 എങ്ങാണ്ടാണ്. നമ്മൾ പൊതുവേ 28 30 ഇടയിലാണ് എപ്പോഴും വെച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, കാരണം കണ്ടമാനം കുറച്ച് ട്രാക്ഷനും കാറ്റും അറിയാൻ ട്രാക്ഷനും കൂടുതൽ കിട്ടും. പക്ഷെ അത് കാരണം നമുക്ക് മൈലേജിന് ഒരു ഇതും പ്രശ്നം വന്നിട്ടില്ല ഇതിൻ്റെ കാരണം. അതും വേറെ കാര്യം കേട്ടോ. പൊതുവേ ഇങ്ങനത്തെ ഇത്രയും നോബി ആ പാറ്റേൺ വരുന്ന ടയർ വരുമ്പോൾ മൈലേജ് കുറയാനുള്ള സാധ്യത കൂടുതൽ. പക്ഷെ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും നേരിട്ടിട്ടില്ല. അതായത് എനിക്ക് ഈ വണ്ടി വാങ്ങിയതിന് ശേഷം മറ്റേ ലോങ് ഡിസ്റ്റൻസ് എപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു 32-34 ഇടയിൽ എപ്പോഴും കിട്ടലുണ്ട്. അതാണ് സ്ഥിരം. പിന്നെ നമ്മൾ നാട്ടിലുള്ള ഓടിക്കലിന് മാത്രമാണ് ഒരു 26-ൻ്റെ അടിയിൽ. അല്ലാതെ ഓടിക്കുന്ന സമയത്ത് മൈലേജിൽ വ്യത്യാസമില്ല. അതിപ്പോൾ ഈ ടയർ ഇട്ടുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഹൈവേ പെർഫോമൻസിനെ പറ്റി എന്താണ് എനിക്ക് പറയാനുള്ളത്? ഹൈവേയിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആ ഒച്ചയാണ് നമ്മൾ നേരിടാൻ പോകുന്നത് അഡാപ്റ്റ് ആവേണ്ട ഒരു പ്രശ്നം. അല്ലാത്ത പക്ഷം ബ്രേക്കിങ്ങിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വേറെ നമ്മളെ എടുത്തെറിയലോ അല്ലെങ്കിൽ ഗ്രിപ്പില്ലായ്മ ഇങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് എനിക്കും ഈ ടയറിൽ ഞാൻ ഏറ്റവും ഞെട്ടിപ്പോയത് പോലെ കോർണറിങ് ആണ്. നമ്മൾ ആരും വിശ്വസിക്കില്ല ഇത് ഇങ്ങനെ കോർണർ ചെയ്യാന്ന്. ടയർ ഇങ്ങനെ പിടിച്ച് മനസ്സിലാവില്ലേ. ഭയങ്കര കോർണറിങ്ങിൽ ഭയങ്കര നമുക്ക് കോൺഫിഡൻസ് തരും. അത് ഭയങ്കര മാറ്റമായിരുന്നു. ഈ മൂളക്കാണ് ഹൈവേയിൽ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. അത് കുറച്ച് കഴിയുമ്പോൾ ഇയർ പ്ലഗ് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇപ്പൊ മറ്റേ ഇയർ പ്ലഗ് വെക്കുന്നോണ്ട് ഇത് അറിയാറില്ല, ഈ ഒച്ചയൊന്നും അറിയാറില്ല. പിന്നെ അടുത്ത നമുക്ക് മറ്റേത് ബ്രേക്കിങ്ങിന്റെ ആണ്. ബ്രേക്കിങ്ങിലും നമ്മൾ വേറൊരു ടയർ ഉപയോഗിക്കും. നമുക്ക് സിയറ്റ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സിയറ്റ് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് അതേ പെർഫോമൻസ് തന്നെ ഇതും തരുന്നത്. അതായത് പൊതുവേ ഹിമാലയൻ ബ്രേക്കിങ്ങിൽ കുറച്ച് വീക്ക് സൈഡിൽ നടക്കുന്ന ബൈക്കാണ്. പക്ഷെ നമ്മളൊരു കൺട്രോൾ ചെയ്ത് ശ്രദ്ധിച്ച് ഓടിക്കുകയാണെങ്കിൽ ടയർ ഒരു പ്രശ്നമല്ല. ബ്രേക്കിങ് ഒരു നോർമൽ ആ സ്റ്റോക്ക് ടയറിലുള്ള അതേ പെർഫോമൻസ് തന്നെയാണ്. ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി വണ്ടി നേരെ നിൽക്കുന്നുണ്ട്. അതെ, പിന്നെ നമ്മുടെ സ്കിൽ അനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെ വണ്ടി പിടിച്ച് നിർത്തുന്ന അനുസരിച്ച്. നമ്മളിപ്പോൾ ചരലുള്ള സ്ഥലത്ത് സ്പീഡിൽ പോയിട്ട് നിറങ്ങി വണ്ടി നിറങ്ങിപ്പോകും. അതല്ല, പക്ഷേ റോട്ടിലാണെങ്കിൽ വണ്ടി പിടിച്ചെടുത്ത് നിൽക്കും. നമുക്കതിന് നിർത്താനുള്ള ഒരു കഴിവും കൂടി ഉണ്ടെങ്കിൽ, പിടിച്ച് കൃത്യ സ്ഥലത്ത് നിർത്താനുള്ള കഴിവുണ്ടെങ്കിൽ വണ്ടി നിൽക്കും. അത് വണ്ടിയല്ലേ, ടയർ വണ്ടിയെ പിടിച്ച് നിർത്തും. ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, നമുക്കൊരു വേറെ കോണ്ടെക്സ്റ്റ് ഇല്ല. നമുക്കാകെ ഇതിന് എൻ്റെ സിയറ്റ് വെച്ചത് കമ്പയർ ആയിട്ട് നമ്മൾ അത് വെച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഇതിൻ്റെ എക്സ്പൾസിൻ്റെ ടയർ ഏതാ? എക്സ്പൾസിൻ്റെ അപ്പോളോ അല്ല, TVS യൂറോ ഗ്രിപ്പ്. അതിനെ വെച്ച് നോക്കുമ്പോ അത് തെന്നിപ്പോയി. പുത്തൻ വണ്ടി എന്റെ 2 വട്ടം തെന്നിപ്പോയി. എനിക്ക് അതിനകത്ത് കോർണർ ചെയ്യുമ്പോ തെന്നിപ്പോയി. ഹാർഡ് ബ്രേക്ക് ചെയ്തപ്പോ തെന്നിപ്പോയായിരുന്നു. അത് ശരിക്കും തെന്നിപ്പോ. അത് റോട്ടിലാ തെന്നിപ്പോകുന്നത്. ചരലിൽ തെന്നിപ്പോയി പിന്നെ നമുക്ക് മനസ്സിലാക്കി ഇത് റോട്ടിൽ തെന്നിപ്പോകുന്നത്. അതെ, അത് പൊന്നൻ ആ വണ്ടി അതിന് വെയിറ്റ് കുറഞ്ഞ വണ്ടിയാണ്. അത് ഓടിച്ചു വന്നിട്ട് പൊന്നും പറയാം അതിനേക്കാളും സുഖം ഇത് ഓടിക്കാൻ, കോർണർ ചെയ്യാൻ. അല്ല, എല്ലാവരും നീ പറഞ്ഞില്ല ഇതിന്റെ ബ്രേക്ക് ഭയങ്കര സ്പോഞ്ചിയാണ്, ഇത് പിടിച്ചാൽ. പക്ഷെ എനിക്ക് ഈ വണ്ടി ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് അതിന് കാരണം മറ്റന്നാ പട്ടിയുടെ മേലത്ത് വീണതിന് ശേഷമാണ് ഞാൻ അതിനുശേഷമാണ് അത് ബ്രേക്ക് പിടിച്ചെടുത്താൻ പഠിച്ചത്. ആ വീഴ്ചയ്ക്ക് ശേഷം പിന്നെ എനിക്ക് ഈ വണ്ടി പിടിച്ചെടുത്ത്. അതിന് മുന്നേ പിടിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഈ വണ്ടി ഞാൻ അതിന് മുന്നേ ഇപ്പോൾ എന്തെങ്കിലും കാണാം അതിന് മുന്നേ ഞാൻ പിടിച്ചെടുത്താൻ പറ്റുന്നുണ്ട്. ഒരു വട്ടം പോലും വണ്ടി ഇതുവരെ തരില്ല. അന്ന് നമ്മൾ ഇവിടെ പോയ സമയത്ത്, ആലപ്പുഴ പോയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ആ സ്ട്രേറ്റ് റോഡിൽ കൂടെ വന്നിട്ട് ഓട്ടോക്കാരൻ ഓർമ്മയുണ്ട്. ഞാൻ 80-90 ഇങ്ങനെ പാഞ്ഞു വരിക. ഒരു കട്ട് റോഡിൽ നിന്ന് ഒരാൾ കയറി നേരെ റോഡിന് അടിയിലെത്തി. ഞാനൊരു 50 മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ആ വണ്ടി പിടിച്ച് നിർത്തിയത്. ബ്രേക്ക് ഇതിന് പിടിച്ചു നിർത്താൻ കഴിവില്ലായിരുന്നെങ്കിൽ തെന്നി എന്തായാലും പോയത്. അത് ടയർ ഇല്ലാഞ്ഞിട്ടാണ് ഈ കണ്ടീഷനിലാണ് വണ്ടി വന്നത്. അത് കട്ടയില്ലാണ്ട്. പിന്നെ ഈ പൊതുവെ ടയറിലൊക്കെ നമ്മൾ ഇതാക്കിയാലും ബ്രേക്കിംഗ് എന്ന് പറഞ്ഞൊരു കഴിവ്. അതെ ഞാൻ പറഞ്ഞതാണ്, ഈ ടയറിന് ഒരു പരിധി വരെ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്കില്ലനുസരിച്ച് ട്രാക്ഷൻ പോവാണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് നിർത്തണം. അതാണ് അതൊരു കഴിവ് തന്നെയാണ്.
അതിന് ടയർ ഒരു പരിധി വരെ ഒരു ഘടകം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ABS സിസ്റ്റം ഉണ്ട് ഇതിന്. പിന്നെ നമ്മുടെ സ്കില്ലാണ്, നമ്മളെ ജഡ്ജ്മെന്റ് അനുസരിച്ച് നമ്മൾ എത്ര ദൂരത്തിൽ നിന്ന് പിടിച്ചു നിർത്താൻ പറ്റും, എത്ര സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അതുകൊണ്ട് ഇതിന്റെ ടയറിന്റെ ഗ്രിപ്പിന് ഒരു കുഴപ്പമില്ലാതെ ബ്രേക്കിങ്ങിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിന് ഒരു കാര്യം കൂടിയുണ്ട്, ഞങ്ങളുടെ ഓടിക്കൽ ഞങ്ങൾ മാക്സിമം പോയ 90 കിലോമീറ്റർ സ്പീഡ് വരെ ഓടിക്കാറുള്ളൂ വണ്ടി. അതാ എനിക്ക് 90-നകത്താണ് എനിക്ക് ഏറ്റവും പിടിച്ച് സഡൻ ആയിട്ട് നിർത്തേണ്ടി വന്നത്. അതിന്റെ അപ്പുറത്തോട്ടുള്ള വേഗത്തിൽ നമ്മൾ പോയിട്ടില്ല. അത് ഒരു പരിധി വരെ ഹിമാലയനിൽ അതിനപ്പുറത്തെ വേഗത്തിൽ ഓടിക്കാൻ നമ്മളായിട്ട് റെക്കമെൻഡ് ചെയ്യും. വേറൊരു ഇതിന്റെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് 450-400 cc വണ്ടിയാണ്. ചിലപ്പോൾ ഈ ടയർ മറ്റൊരു 600 cc 700 cc വണ്ടിയിലൊക്കെ ഇട്ട് ചിലപ്പോൾ അപ്പം എങ്ങനെ പെർഫോം ചെയ്യും നമുക്ക് പറയാൻ പറ്റൂല. അതെ, അപ്പൊ ഇതിന്റെ ബ്രേക്കിംഗ് എങ്ങനെയായിരിക്കും? ഇതിൽ പിന്നെ സ്പീഡ് റേറ്റിംഗ് ഞാൻ ഇവിടെ കാണുന്നത് 180 കിലോമീറ്റർ വരെ മാക്സിമം സ്പീഡിൽ ഓടിക്കാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. പിന്നെ കുഴപ്പമില്ല, ആ കണക്കിനാണെങ്കിൽ നമ്മുടെ വണ്ടി എന്തായാലും 150 കയറൂല, പക്ഷെ 150 കയറിയാലും പിടിച്ചു നിർത്താൻ പറ്റുമായിരിക്കും. ഞാൻ അതിന്റെ സ്പീഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിന് 3 വേരിയന്റും കണ്ടില്ലേ? അല്ല, ഓക്കെ, അതായത് നമ്മുടെ ഈ റേസിന്റെ റേസിന് കുറെ മോഡലുകളുണ്ട്, കുറെ ടീ വെച്ച് തുടങ്ങുന്ന. ഒന്ന് ഇത് ട്രെയിലർ, ഇത് ഓഫ് റോഡിങ് 50-50. ഒന്ന് ടൂറാർ എന്ന് പറഞ്ഞിട്ട് പക്ക റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള. ഒന്ന് ട്രിപ്പാർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടെ വളവും തിരിവിലും കോർണറിങ്ങിന് കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി കിട്ടുന്ന ടൈപ്പാണ്. നോബി ഉണ്ട്, ടോർക്കാർ എന്നുണ്ട്, അത് പുതിയ സീരീസിൽ വരുന്നതാണ്. അത് മുടിഞ്ഞ വിലയാണ് ടോർക്കാർ എന്ന് പറഞ്ഞിട്ട് പക്ക നോബി. ഓക്കെ, അല്ല ഞാനത് എടുത്ത് പറയാമെന്ന് വിചാരിച്ചിട്ട്. ഇല്ലെങ്കിൽ അതാ പറഞ്ഞത്, നമ്മളിപ്പോൾ ഇത് ഉദ്ദേശിച്ച് നമ്മുടെ റൈഡിങ് സ്റ്റൈലിനനുസരിച്ച് ഉള്ള ടയറാണിത്. നമ്മൾ അതായത് മാരക ഓഫ് റോഡൊന്നും ചെയ്യാറില്ല, ഒരു ആവറേജ് ഓഫ് റോഡ്. ഇപ്പോഴാണ് കുറച്ചായിട്ട് നമ്മളൊന്ന് ഓഫ് റോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഇതിന് കാര്യത്തിന് നടക്കുന്നുണ്ട്, ഓഫ് റോഡ് നടക്കുന്നുണ്ട്, യാത്രയും നടക്കുന്നുണ്ട്. അതെ. പിന്നെ വേറെന്താണ് പറയാനുള്ളത്? വേറെ ഹെവി ഓഫ് റോഡിങ്ങിൽ ഇത് അത്ര സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പറയത്തില്ല. അതിന് നോബികൾ തന്നെ വേണ്ടി വരും. കാരണം ഒരു വട്ടം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇതേപോലെ ഒരു ആവേശം മൂത്ത് ഇത് ടയറൊക്കെ ഇട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു ചതുപ്പ് കണ്ടപ്പോൾ അതിൽ കൂടെ വണ്ടി കുടുങ്ങിപ്പോയി. എങ്ങനെ നോക്കിയാലും വണ്ടി കയറില്ല, എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും താന്ന് പോവാന്നല്ലാണ്ട്. അത് പിന്നെ വേറെ കാര്യം, അതാണ് അത് വേറെ കാര്യം എന്താ, ടയർ മറ്റേ റോഡ് പ്രഷറിലായിരിക്കും. അതെ, അതൊരു കാര്യമായിരിക്കും. അതെ, ആ സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമില്ല, അതുമല്ല എനിക്ക് എക്സ്പീരിയൻസും ഇല്ല. ഇതെല്ലാം ഒരു ഘടകമാണ്. പക്ഷെ ഈ ടയർ എന്തായാലും ഹെവി ഓഫ് റോഡിങ്ങിൽ ഒരു പരിധി വരെ നമുക്ക് പറ്റില്ല. അതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് ഈ വണ്ടി കിട്ടിയിട്ട് അത് കുറച്ച് നമ്മൾ ശീലിച്ച് തുടങ്ങുന്നുള്ളൂ നീ. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നിനക്കറിയില്ല, ചിലപ്പോൾ ഇന്നത്തെ ആ വണ്ടി നിർത്താണ്ട് അവിടെ നിന്ന് എടുത്തു പോയാൽ വണ്ടി പോയാനേ, നീ അതിന്റെ കുഴിയിൽ താന്നപ്പോ വണ്ടി പിടിച്ചു നിർത്തി, അപ്പൊ വണ്ടി ഫുള്ളിരുന്നു. അതാണ് ഇത്. അതെനിക്ക് തോന്നുന്നു ടയറിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല, അത് നമ്മുടെ കഴിവില്ലായ്മയുടെ ഒരു ഭാഗമാണ് ആയിരിക്കും. കാരണം ഇന്നൊക്കെയാണ് ചിലപ്പോൾ കയറി നിർത്താണ്ട് കൊടുത്തെങ്കിൽ കയറി പോകാൻ പറ്റും. കാരണം ആ ചെളി ചതുപ്പിൽ നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഇരുന്ന് പോകും. അങ്ങനെ ഇരുന്ന് പോയതായിരിക്കും. ശരിയാട്ടോ, ഇപ്പൊ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും. പിന്നെ ടയർ പ്രഷറിന്റെ ഒരു ഇതുണ്ട്, എക്സ്പീരിയൻസ് വലിയ ഘടകം. അത് നിന്റെ പഠിക്കാനുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ഇതേപോലെ ചെളിയിൽ നമ്മൾ ഇതാവിട്ടുണ്ടല്ലോ. അതെ, ശരിയാ. അപ്പൊ അത് തന്നെ, കാരണം അതൊരു 1 കൊല്ലം മുമ്പാണ് ആ സംഭവം നടന്നത്. ഒരു കൊല്ലത്തിന് മുകളിലാണ്. അത് ഞാൻ ഇതേപോലെ പൊന്നെ പറഞ്ഞല്ലേ ഓടിച്ചു പോയാൽ മതി. ഞാൻ പക്ഷെ അവിടെ നിർത്തി പതിയെ എടുത്തു പോകാൻ വേണ്ടി നിന്നിട്ട് അവിടെ വണ്ടി നിന്നു. പിന്നെ കൊടുക്കുമ്പോ ഇത് ഇറങ്ങി താഴോട്ട് പോലെ നമ്മളെ മൊമെന്റം കീപ്പ് ചെയ്തില്ലെങ്കിൽ വണ്ടി അവിടെ നിൽക്കൂല. അതാണ്ട് പറ്റിപ്പോയതായിരിക്കണം. അതിൽ ടയറിന്റെ പ്രശ്നം തോന്നുന്നില്ല. അതെ. ഇനിയിപ്പോ വേറെ ഇതിനെപ്പറ്റി എന്താണ് നമുക്ക് സംസാരിക്കാനുള്ളത്? സിറ്റി റൈഡ് സത്യമായിട്ട് പറഞ്ഞാൽ ഈ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ ഈ ടയർ അത് ഓൾറെഡി സിറ്റിയിൽ ഓടിക്കുമ്പോൾ പതിയെ ഓടിക്കുന്നത്. അപ്പോൾ ഈ ടയർ ഒരു വലിയ വ്യത്യാസമൊന്നും നമുക്ക് അനുഭവപ്പെടുത്തിയിട്ടൊന്നുമില്ല. കാരണം ഇത് നോർമൽ എങ്ങനെ വണ്ടി പോകുന്ന അതേപോലെ തന്നെ സ്പീഡ് കൂടുമ്പോൾ ഒച്ചയുണ്ട്, ആ ഒരു ഇതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതെ, അതിനൊക്കെ ഒരു വ്യത്യാസം വരുത്തണമെങ്കിൽ നമ്മൾ ഇനി വണ്ടി അടുത്ത് ചെയ്യാൻ പോകുന്ന ഈ ഊരിയിട്ടിരിക്കുന്നതിന്റെ മോഡിഫിക്കേഷൻ ചെയ്യണം. അപ്പോഴാണ് സിറ്റിയിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ വ്യത്യാസം വരിക. അതായത് വണ്ടി ഓൾറെഡി ഹെവിയാണ് ഓടിക്കാൻ, അപ്പോൾ ആ ഹെവിനെസ് കുറയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ സിറ്റിയിൽ ഓടിച്ചാൽ. ഹിമാലയന്റെ ഹാൻഡിൽ കുറച്ച് വെയിറ്റ് കൂടിയതാണ്, തിരിക്കാനായിട്ട് കുറച്ച് വെയിറ്റ് കൂടിയുള്ള ഹാൻഡിലാണ്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ പിന്നെ ഒന്നാമത് നമ്മൾ ഈ ടയർ ഇട്ടത് പുറകിലാണ്, അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിറ്റിയിൽ ഇത് ഓടിക്കുന്ന സമയത്ത് ഗ്രിപ്പുണ്ടോ, സിറ്റിയിൽ ഗ്രിപ്പുണ്ടോ, അത്യാവശ്യം നല്ല ഇതുണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ ആലോചിച്ചപ്പോൾ ഒരു ചോദ്യം, ഈ ടയർ മറ്റേ സ്റ്റോക്ക് ടയറിനെക്കാട്ടിലും വെയിറ്റ് കൂടുതലായിരുന്നോ? അതറിയാം, നമ്മൾ നോക്കിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്കൊരു സംശയമുണ്ട് ആ കാര്യത്തിൽ. അറിയില്ല, കുറച്ച് വെയിറ്റ് കൂടുതലാണോ ഈ ടയറിനെന്ന്.
അത് നോക്കേണ്ടി വരും. സ്റ്റോക്ക് ടയർ ഇതും കൂടെ ഇനിയിപ്പോൾ പുതിയത് വാങ്ങുമ്പോൾ തൂക്കി നോക്കാം, അപ്പോഴേ അറിയുള്ളൂ. അതെ, അല്ലെങ്കിൽ മറ്റേ നെറ്റിൽ വല്ലതും ഉണ്ടാവുമായിരിക്കും. ടയർ വെയർ ആഫ്റ്റർ 12,000 കിലോമീറ്റർ. അതൊരു നല്ല ഇതാണ്. അപ്പോൾ ഇതാണ് 12,000 കിലോമീറ്റർ ആയിട്ടും അതിന്റെ ടയർ വെയർ എന്താണെന്നാണ് പറയുന്നത്. ടയർ വെയർ ഇൻഡിക്കേറ്റർ ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇൻഡിക്കേറ്റർ തൊടാൻ എത്തിയിട്ടേ ഉള്ളൂ. അതെ, 11 എനിക്ക് 12,000 ആകുമ്പോൾ തൊടും. ഈ ഒരു കണ്ടീഷനിൽ ഒരു 1000-2000 കിലോമീറ്റർ ഏകദേശം നമുക്ക് ഓടിക്കാൻ പറ്റുമോ ഇത് വെച്ചിട്ട്? 1000 ഓടിക്കാം, 1000 സുഖമായിട്ട് ഓടിക്കാൻ അതിനുള്ള ഇതുണ്ട്. അപ്പോൾ ഒരു ഇതിപ്പോൾ നമ്മൾ ഇത്രയും അഗ്രസീവായിട്ട് ഓടിച്ചിട്ട് നമുക്ക് ഇപ്പോൾ 12,000 ഒരു 13,000 കിട്ടുമെങ്കിൽ ഒരു സാധാ പോലെ ഒരു നോർമൽ ടോട്ടൽ കൺട്രോൾ ചെയ്ത് ഓടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 15,000 ഒക്കെ സുഖമായിട്ട് കിട്ടും. നമ്മുടെ അത് ടയറിൻ്റെ ഇത് പോകുന്നതനുസരിച്ച് നമ്മുടെ ഓടിക്കലിനനുസരിച്ചാണ് ടയറിൻ്റെ തേയ്മാനം സംഭവിക്കുന്നത്. അത് നമ്മൾ ഇത്രയും കൈ കൊടുത്ത് അത് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഓടിച്ചിട്ടാണ്, അത് വ്യത്യസ്ത സ്റ്റൈലിൽ ഓടിച്ചിട്ടാണ് അത്രയും പോയത്. അപ്പോൾ മര്യാദക്ക് ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലും കൂടുതൽ മൈലേജ് കിട്ടും ഇതിന്. അതെ. ഇനിയിപ്പോൾ അടുത്തെന്താ? കംഫർട്ട് ആൻഡ് റൈഡ് ക്വാളിറ്റി. അത് പറഞ്ഞില്ലേ? പറഞ്ഞു. വീണ്ടും പറയാണ്, ഈ കംഫർട്ടിലൊന്നും എന്താ പറയുക ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ ഇത് വെച്ച് നോക്കുമ്പോൾ അത് കംഫർട്ട് മെയിൻലി വണ്ടിയുടെ സസ്പെൻഷൻ, ഷാസി ഇതൊക്കെയാണ്. ടയർ ആകെ ഒരു ഒറ്റ കാര്യം വീണ്ടും പറയുന്നുള്ളൂ, ഒച്ചയുണ്ട് ടയറിന്. അത് ഇയർ പ്ലഗ് വെച്ച് ആ പ്രശ്നവും മാറും. കംഫർട്ട് എന്ന് പറയാൻ പിന്നെ സാധ്യത ഉള്ളത് നമ്മൾ ടയർ കറങ്ങുമ്പോൾ എന്തെങ്കിലും ഇതായിരിക്കും, വൈബ്രേഷൻ ആയിരിക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മൾ രണ്ടുപേര് പോയിട്ടും കുഴപ്പമുണ്ടായിട്ടില്ല, ഒരാൾ പോകുമ്പോഴും കുഴപ്പമില്ല. വേറെ അങ്ങനത്തെ ഒരു പിന്നെ അതാണ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ ടയർ ഈ മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ റിമ്മിന്റെ വെയിറ്റിന്റെ ഇതുണ്ടാവും, സസ്പെൻഷൻ ഉണ്ട്, ഷാസി എങ്ങനെ ഇത് അബ്സോർബ് ചെയ്യുന്നുള്ളതിലുണ്ട്. മെയിനായിട്ട് ഷാസിയും സസ്പെൻഷന്റെ ഒരു കളിയാണ് നമ്മുടെ കംഫർട്ടിനെ ഏറ്റവും കൂടുതൽ നമ്മൾ എങ്ങനെ ബാധിക്കും. ടയർ ചെറിയൊരു ഭാഗമാവുന്നു. അതായത് അങ്ങനെ ആ കണക്കിന് നോക്കുമ്പോൾ ഈ ടയർ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല. അതായത് രണ്ടുപേര് പില്ലനായിട്ട് പോകുമ്പോഴും ഒറ്റയ്ക്ക് പോകുമ്പോഴും വിഷയമല്ല. പഞ്ചറിൻ്റെ കാര്യം പറഞ്ഞോ? എനിക്കിന്നത് ഓവറോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഓഫ് റോഡ് ഫോക്കസ് ചെയ്തിട്ടാ. അപ്പോൾ അതുകൊണ്ട് ഓഫ് റോഡിൽ പഞ്ചർ ആവാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിന് കുറച്ചും കൂടെ കട്ടി കൂടുതൽ. കാരണം ഈ ട്യൂബ് തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഈ ട്യൂബിന് കട്ടി കൂടുതലാണ്. വേറെ കാര്യം എന്താ, ഈ പഞ്ചറിനെ പറ്റി പറയുന്നത് നമുക്ക് ഇതുവരെ പഞ്ചർ കിട്ടിയിട്ടില്ല. അതെ, അത് കിട്ടാത്ത പക്ഷെ നമ്മൾ ഈ പഞ്ചറിനെ പറ്റി നമുക്ക് പറയാൻ അത് തന്നെ ഇതിന് ചിലപ്പോൾ തെളിവായിരിക്കും. ഇത് നല്ലതായി കൊണ്ട് പഞ്ചർ ആവാത്തതെന്ന് അറിയത്തില്ല. നമ്മുടെ ഫ്രണ്ട് ടയർ ഒരു വട്ടം ആകെ വണ്ടി വന്നിട്ട് ഒറ്റ വട്ടം പഞ്ചറായത്. അത് ആ സ്റ്റോക്ക് ടയർ ആയിരുന്നു. അത് ആണിയോ സ്ക്രൂ എന്തോ കയറിയിട്ട് പഞ്ചറായത്. അത് ഇതേപോലെ ഒരു സർവീസ് ഒക്കെ കഴിഞ്ഞ് വരും. അത് നല്ല അനുഭവം, നല്ലൊരു കഥയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പഞ്ചറിന് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു. കോമ്പൗണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാധാരണ കോമ്പൗണ്ട് വ്യത്യാസമാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത് എത്രത്തോളം ഇതിനെ നമ്മൾ ഇതാക്കി പഞ്ചറിൻ്റെ ഇതിന് കാരണമായെന്ന് പറയാൻ പറ്റില്ല, പഞ്ചർ ആവാതിരിക്കാൻ. ഇതുവരെ വേറെ ആണിയോ കമ്പോ ഒന്നും ഇതുവരെ കയറി കണ്ടിട്ടില്ല. പിന്നെ പറയാനുള്ള ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ വെട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കല്ല് കയറിയിരിക്കാറുണ്ട്. ആ സമയത്ത് ഇതുപോലെ ഒച്ച കേൾക്കാറുണ്ട്, ചെറിയ തരിക്കല്ലുകൾ കയറി ഇരുന്നിട്ട്. അത് പക്ഷേ RPM കൂടുമ്പോൾ തീർച്ചയായും പോക്കോളും. ചെറിയ വിടവുണ്ട് ഇങ്ങനെ വര അതിൻ്റെ ഉള്ളിൽ. ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ, അതാണ്. അപ്പോൾ പിന്നെ പഞ്ചർ ഇതുവരെ ഉണ്ടാവാത്ത സ്ഥിതിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് നമുക്ക് പറയാനുള്ളൊരു ഇതില്ല, യോഗ്യത ഇല്ല നമുക്ക്. ഇതാണ് ഇതിൽ പഞ്ചർ ഇതുവരെ ആയിട്ടില്ല ഇത്രയും കിലോമീറ്റർ ആയിട്ട്. അപ്പോൾ അതും ഒരു രീതിയിൽ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പഞ്ചർ റെസിസ്റ്റൻസിൻ്റെ ഒരു തെളിവാണ്. അതായത് എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കുറച്ചും കൂടെ കട്ടി കൂടുതലാണെന്ന് തോന്നുന്നു, ഓഫ് റോഡ് ഫോക്കസ്ഡ് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, തെളിവില്ല ഒന്നിനും, എല്ലാം നമ്മുടെ ആവാണ്ട് നമുക്ക് പഞ്ചറിനെ പറ്റി പറയാൻ പറ്റും. അതെ, അനുമാനങ്ങളാണ് എല്ലാം. ഇനിയിപ്പോൾ പുതിയ എപ്പോഴേലും ആവുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പറയാം. ഇനി അവസാനത്തെ കാര്യം, വാല്യൂ ഫോർ മണി. കൊടുക്കുന്ന പൈസക്ക് ഇത് മുതലാണോ? എന്ത് തോന്നുന്നു? എൻ്റെ അനുഭവത്തിൽ 100%. കാരണം എനിക്കിത് ഇത്രയും കിലോമീറ്ററും കൂടെ കിട്ടിയെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ 110%. ഇന്ന് ഇത് നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ വരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു 8,000 കിലോമീറ്റർ ആയിരിക്കും പോയിട്ടുണ്ടാവുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇത് 12,000 കിലോമീറ്റർ വരെ പോയി എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എങ്ങനെ നോക്കിയാലും 3,500 രൂപയ്ക്ക് ഭയങ്കര അടിപൊളിയാണ്. ബാക്കിയുള്ള ടയറുകളെ വെച്ച് ആൾക്കാർ പറയുന്നത് കേട്ടത് വെച്ച് നോക്കുമ്പോൾ ഇത് വാല്യൂ ഫോർ മണിയാണ്. പിന്നെ അതിനൊരു ചെറിയൊരു ഇത് ഇടുകയാണ്, അതായത് ഒരു സാഹചര്യം തരികയാണ്. അതായത് കുറച്ച് ട്രെയിൽ റൈഡിങ് ഒക്കെ ഹിമാലയം കൊണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലാണ് ഞാൻ പറയുമ്പോൾ ഈ ടയർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വ്യക്തമായ കാരണമുണ്ട്. ഇത് ഒച്ചയുണ്ട്, അതാണ് അതിൻ്റെ കാരണം. ഈ ഒച്ചേനെ അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം.
ഇനി അത് പറ്റത്തില്ല, നല്ലൊരു ടയർ വേണമെന്നാണെങ്കിൽ ഇവരുടെ ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ടൂറാർ എന്ന് പറഞ്ഞ ടയർ ഉണ്ട്. പിന്നെ അതാണ് ഇവരുടെ ലൈനപ്പിൽ വേറെ വ്യത്യസ്തമായ ടയറുകൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ടൂറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതെടുത്തു. ഇപ്പോൾ കോമ്പൗണ്ട് അല്ല ഇപ്പോൾ ഒരേപോലെ തന്നെ ആയിരിക്കണം, വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ റോഡ് ഫോക്കസ്ഡ് ആണെങ്കിൽ അതെടുക്കുക. അതാ കുറച്ച് ട്രെയിൽ ഓടിക്കാനുള്ള ആളാണ് ഇതെടുക്കുക. അതെ. പിന്നെ മറ്റേതാണെങ്കിൽ എന്താ അതെടുക്കുക, ടോർക്ക് എന്ന് പറഞ്ഞിട്ട് എടുക്കുക, ഫുൾ ഓഫ് റോഡ് ആണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ അതിട്ട് എന്തായാലും റോഡിൽ ഓടിക്കാൻ പറ്റൂല. അതെ. ഇപ്പോൾ ഈ ടയറിനെ ഒരു ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സിയറ്റിൻ്റെ കുറച്ച് അപ്ഗ്രേഡഡ് വേർഷൻ എന്ന് പറയാം. അതായി കുറച്ചും കൂടെ നല്ലൊരു ഇത്. എന്തായാലും നമുക്ക് സ്റ്റോക്ക് കിട്ടിയതിനേക്കാൾ 10 മടങ്ങ് നല്ല മെച്ചമുള്ള സാധനമാണ്. ഞാൻ പറയുമ്പോൾ അപ്പോളോയോ MRF സിയറ്റോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഹിമാലയയിൽ ട്രൈ ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് ടയർ നമുക്ക് എത്ര കിട്ടി? നമുക്ക് 7000 ചില്ലറ കിട്ടി. അതെന്ന് പറഞ്ഞാൽ നമ്മൾ അതേ അഗ്രസീവ് ഓടിക്കൽ തന്നെയാണ് ഇതുകൊണ്ട് അത് ഓടിച്ചിട്ട് ഇതിനകത്ത് നമുക്ക് അതിന്റെ സ്റ്റോക്ക് ടയറിന്റെ എന്താന്ന് പറഞ്ഞാൽ അത് മാറ്റിയ സമയത്ത് ഏകദേശം നൂല് കാണാൻ പരുവത്തിനായി. അതെ, 5000 കിലോമീറ്ററിനടുത്ത് നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അത്ര അങ്ങനെ തന്നെ ഓടിച്ചിട്ട് ഈ ടയറിന് അതേപോലെ ഓടിച്ചിട്ടുണ്ട്. അതെ. ഞാൻ എന്താ പറയാൻ വന്നതെന്നറിയോ, അതായത് അന്ന് നമ്മൾ ഇത്ര ഓഫ് റോഡ് ഇതൊന്നും ചെയ്യാണ്ട് തന്നെ നമ്മൾ ഇത് മാറ്റിയതിനു ശേഷമാണ് അത്യാവശ്യം ഓഫ് റോഡ് ചെയ്തത്. എന്നിട്ട് ഈ പകുതി തേഞ്ഞ ടയറും കൊണ്ട് നമ്മൾ കട്ട ഓഫ് റോഡ് 2 ചെയ്തു. അതെ. അതെ. അതായത് ഇത്രയും മുക്കാലായിരിക്കുന്ന ടയറും കൊണ്ട് 2 ഓഫ് റോഡ് ചെയ്തു അല്ലേ? അതെ. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് കിട്ടുന്നേക്കാൾ 10 മടങ്ങ്, അതായത് പൈസ കൊടുക്കുന്ന പൈസക്ക് മെച്ചാണ്. എനിക്ക് തോന്നുന്നു സിയറ്റിനെ വെച്ച് നോക്കുമ്പോൾ 400-500 രൂപയുടെ വില വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അതിന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇതാണ്, അപ്പോൾ ഈ ഒരു ടയറിന് ഇത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിൽ എന്താണേലും ഈ റൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാക്കിയുള്ള ടയറുകളൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൂറിംഗ് ഫോക്കസ്ഡ് ആണെങ്കിൽ റൈസിന്റെ തന്നെ ടൂറാർ ട്രൈ ചെയ്ത് നോക്കുക. ഈ ടയറിന്റെ ഒരു ഹൈബ്രിഡ് ടൂറിംഗ് വേർഷൻ ആണ്. അതായത് കുറച്ച് ഇത്രയും ഓഫ് റോഡിങ്ങിന് ഇത് ഹൈബ്രിഡ് ആണ്. ഇത് റോഡും ഓഫ് റോഡും 50-50 ആണ് ഇത് വരുന്നത്. നമുക്ക് അത്യാവശ്യം ഓഫ് റോഡും ചെയ്യാം. അതായത് നമ്മളെടുത്ത് ഈ ടൂറാർ എന്നുള്ള എന്താ ട്രെയിലാർ എന്നുള്ള ഇത് മറ്റേ ഓഫ് റോഡും റോഡും ഫോക്കസ്ഡ് ചെയ്തിട്ട്, ഇനിയിപ്പോൾ ടൂറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് സംബന്ധിച്ചിടത്തോളം ടൂറാർ എടുക്കുക. അതെങ്ങനെയാണ് ഇതിൽ ഓഫ് റോഡ് കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ട്രെയിൽ റൈഡിങ് കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ നോബി അതെടുക്കുക, ടോർക്കാർ എടുക്കുക. അതായത് ഇവർ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഇത് 50-50 ടയറാണ്. 50% ഓഫ് റോഡ് 50% ഓൺ റോഡും ആണ് നമ്മുടെ റൈഡിങ് രീതിയെങ്കിൽ ഈ ടയർ ട്രൈ ചെയ്യുക. 70% ഓൺ റോഡും 30% ഓഫ് റോഡും ആണെങ്കിൽ ഈ ടൂറാർ ട്രൈ ചെയ്യുക. ഇനി അതല്ല, ഒരു 80% ഓഫ് റോഡ് ആണെങ്കിൽ ടോർക്കാർ ട്രൈ ചെയ്യുക. അതല്ല, മറ്റേതുകൊണ്ട് എന്തായാലും റോട്ടിൽ ഓടിക്കൽ പറ്റൂല, നോബി വാങ്ങി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കണ്ടമാനം ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർ അത് എടുക്കുക. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മാക്സിന്റെ മാക്സ് ഫ്ലോർ ആണ്. അത് കുറെ കൊല്ലമായിട്ടുള്ള ടയറാണ്. അത് ഒരു സമയത്ത് സിയറ്റ് ഇതിനേക്കാളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ടയറായിട്ട് എല്ലാവരും കരുതിയിരുന്ന ടയറായിരുന്നു. നമ്മുടെ ഫ്രണ്ട് ടയർ മാക്സ് ഫ്ലോർ ആണ്. അതെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല, അതും നല്ല ടയർ തന്നെയാണ്. പക്ഷെ അതൊരു ഓഫ് റോഡ് ഫ്രണ്ട്ലി ടയർ അല്ല. അത് കുറച്ചും കൂടെ ഓൺ റോഡ് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതെ. പിന്നെ അപ്പോൾ ഇപ്പോൾ ടൂറാർ വേണ്ട, കുറച്ചും കൂടെ ഓൺ റോഡ് വേണം, നല്ല ടയർ വേറെ നോക്കുന്നുണ്ടെങ്കിൽ മാക്സ് ഫ്ലോർ ട്രൈ ചെയ്യുക. അത് കാലങ്ങളായിട്ട് നല്ല റിവ്യൂ, നല്ല അഭിപ്രായം പറഞ്ഞു വരുന്ന ടയറാണ് കേട്ടോ. ഈ ടയർ ഇറങ്ങിയിട്ട് കുറച്ച് കൊല്ലമായിട്ടുള്ളൂ. അത് കുറേ കൊല്ലം മുമ്പേ ഉള്ള ടയറാണ്. അതിനും ഏതാണ്ട് ഈ റേറ്റ് തന്നെ ഉള്ളൂ. അതാണ് വേറെ രസം. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മുതലാണ്. നമുക്ക് മുതലായി, ഞങ്ങൾക്ക് നമ്മുടെ ഓടിക്കുന്ന രീതി അനുസരിച്ച് മുതലാണ് സാധനം. മുതലായെന്നല്ല, മുതലാക്കി ഞങ്ങൾ. അതെ, വീണ്ടും പറയാണ്, ആകെ നമ്മൾ കണ്ട ഒറ്റൊരു പ്രശ്നമേ ഉള്ളൂ, ഈ ഒരു ശബ്ദം. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇയർ പ്ലഗ് വെച്ച് അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അതെ, അത് ഈ പറയുന്ന അത്ര വലിയ പ്രശ്നമില്ല. നമ്മൾ മറ്റേ ടയറിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ അഡ്ജസ്റ്റ് ആവാനുള്ള പ്രശ്നമുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന പകുതി ഒച്ചകൾ കേൾക്കാതെയോ അതങ്ങ് ഓടിക്കുന്നതിൻ്റെ ഇടയിൽ അത് ശ്രദ്ധിക്കാതെ അങ്ങ്. അതെ, അതിൽ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ അവസാനമായിട്ട് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ എൻ്റെ എക്സ്പൾസിലും അത് ഒരു കുറച്ച് കിലോമീറ്ററും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് റൈസിലേക്ക് മാറണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അത് പറഞ്ഞപ്പോൾ ഞങ്ങള് ഈ ടയർ മാറ്റിയിട്ട് വീണ്ടും ഈ ടയർ തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവനെ അടുപ്പിച്ച് തുണിയില്ലാണ്ട് നിർത്തിച്ചിരിക്കുന്നത്. കട്ടപ്പുറത്ത് കയറ്റിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതെ, ഈ ടയർ തന്നെയാണ് നമ്മൾ വീണ്ടും. പിന്നെ അല്ലറ ചില്ലറ വേറെ ചുറ്റിപ്പരിപാടി ചെറിയ ചുറ്റിക്കളികളുണ്ട്. അതെല്ലാം വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും ഈ ടയർ കേട്ടോ? അതായത് ട്രെയിലർ, നമ്മൾ ഉപയോഗിച്ച് ട്രെയിലർ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ 5-ൽ ഒരു 4.90 കൊടുക്കും. 4.90. 5 ഒന്നും പെർഫെക്റ്റ് അല്ല, ചെറിയ ഇമ്പ്രൂവ്മെന്റുകൾ. അതുകൊണ്ടല്ല ഞാൻ ചിന്തിക്കുന്നത് ഒരു
4.5 ഒക്കെ കൊടുക്കാനുള്ള ഒരു ഇതുള്ളൂ. അതായത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ മെച്ചമാവാനുണ്ട്. എൻ്റെ എന്നാൽ നമ്മൾ വാങ്ങിയതിന് നമുക്ക് എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഈ വണ്ടി വെച്ച് എക്സ്പീരിയൻസ് ചെയ്ത ഓരോ ഘട്ടങ്ങളിൽ ഈ ടയർ നമുക്കൊരു ബാധ്യതയായി മാറിയിട്ടില്ല. എല്ലാം നമുക്ക് സപ്പോർട്ട് മാത്രമേ. എങ്ങനെ അതെ, ഇനിയിപ്പോൾ കുറച്ചും കൂടെ ടഫായിട്ട് നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ അതാണ് നമ്മൾ വരും സമയങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ഓഫ് റോഡ് കുറച്ച് കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് കാണണം. അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഓഫ് റോഡിനോട് കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയാൻ പറ്റുക. പക്ഷേ നമ്മളിന്നെ അങ്ങനത്തെ വലിയ ഓഫ് റോഡ് ചെയ്യാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടും അത് വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ 4.9 പറഞ്ഞു, ഞാൻ 4.5. അപ്പോൾ മൊത്തത്തിൽ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാല്യൂ ഫോർ മണിയാണ്. ഞങ്ങളുടെ പക്ഷത്തു നിന്ന് ഇതാണ് നമ്മൾ ഗ്യാരണ്ടി തരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ഇട്ട് നോക്കുക, അപ്പോൾ സ്വന്തം വണ്ടികൾ ഇട്ട് നോക്കി ഓടിക്കുമ്പോഴാണ് നമുക്കൊരു വ്യത്യാസം പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഓടിക്കുന്ന രീതി അനുസരിച്ച് ടയറിൽ തേയ്മാനത്തിൽ വ്യത്യാസം വരും. പിന്നെ നമ്മുടെ അതന്നെ നമ്മുടെ ഓടിക്കുന്ന രീതി അനുസരിച്ചിരിക്കും ഇതെങ്ങനെ നമ്മൾ പെർഫോം ചെയ്യുന്നുള്ള കാര്യത്തിൽ. നിങ്ങൾ ഏത് സ്ഥലത്തു കൂടെ ഓടിക്കുന്നുള്ളതിലിരിക്കും. അപ്പോൾ വാങ്ങുക, ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ 100% റെക്കമെൻഡഡ് ആണ്, ഹൈലി റെക്കമെൻഡഡ് ആണ്. അതെ, അപ്പോൾ ധൈര്യമായിട്ട് ഒന്നും നോക്കണ്ട, വാങ്ങിക്കോ. വിലയ്ക്കും വലിയ വ്യത്യാസം ഉണ്ടായി. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇത് ഒരു പെയ്ഡ് പ്രൊമോഷൻ എന്ന് കരുതരുത്. അങ്ങനത്തെ ഒരു സംഭവം അല്ല. 2 കൊല്ലമായി ടയർ ഇട്ടിട്ട് നമ്മൾ സ്വന്തം കയ്യിൽ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഇതാണ്. അതെ, ഇതിന്റെ പുറത്ത് അനുഭവത്തിന്റെ പുറത്ത് പറയുന്നതാണ്. അത് വെറുതെ അല്ല, 12,000 കിലോമീറ്റർ ഓടിച്ചിട്ടാണ്. അതെ. അപ്പോൾ ട്രെയിലറിനെ പറ്റി ഇത്രയൊക്കെ ഉള്ളൂ. അതെ, ഇതാണ് കാര്യം. വാങ്ങുക, ഉപയോഗിക്കുക, അടിപൊളിയാക്കുക. ബൈ.